വർഷം പ്രേമിച്ച് കളഞ്ഞു. എന്റെ പ്രേമൊന്നും വലിയ വിജയമൊന്നും വരുന്നില്ലെന്നേ. അല്ലേ? ഞാൻ പ്രേമിക്കുന്നുണ്ടോ ഇപ്പൊ അത് ആലോചിക്കുമ്പോ സങ്കടമുണ്ടോ? നല്ല സങ്കടമുണ്ട്. എനിക്ക് ആ പെണ്ണിനൊക്കെ എന്റെ കൈ കെട്ടി കഴിഞ്ഞാൽ കൈയാട്ടി കീറുന്ന സങ്കടമുണ്ട്. കാരണം ഈ 8ാം ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ പ്രേമം തുടങ്ങിയിട്ട് ഈ നമ്മുടെ നോട്ട് ബുക്കില് ഇത് കീറുക, ഒന്നും മൊബൈലും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് എഴുതുക. ഇത്ര പേജാന്ന് ഒരു ലൈൻ അങ്ങനെ എന്റെ നല്ല കൈയക്ഷരമൊക്കെ. അപ്പൊ ഒരു ലൈൻ അങ്ങനെ ഇത്തിരി വളവുണ്ടെങ്കിൽ അത് കീറി കളഞ്ഞിട്ട് അടുത്ത എഴുതും. ഇങ്ങനെ കുറേ നോട്ട് ബുക്ക് അത്രയും അധ്വാനം വിദ്യാഭ്യാസത്തിന് കൊടുത്തിരുന്നെങ്കിലേ അല്ലേ എവിടെ എത്തിയാനെ. അങ്ങനെ എത്ര പേരെ പ്രണയിച്ചു? പ്രേമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഒരുമാതിരി നമുക്കറിയാമല്ല. കുറെ നാൾ വരെയൊക്കെ ലവ് ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് ലവ് ലെറ്റർ ഒക്കെ വായിക്കാനായിട്ട്. അനുജയ്ക്ക് ലവ് ലെറ്റർ കൊടുത്തിട്ടില്ല? ഇല്ല. നോക്കണേ, ആർക്കൊക്കെയോ കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഉള്ള വീട്ടിലേക്ക് ഒരു ഫോണൊക്കെ ആയി. അങ്ങനെ വിളിക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് ലവ് ലെറ്ററിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആരും ഒന്നും എന്നെ വെറുതെ ആയിരുന്നു എന്ന് തോന്നുന്നു. ആർക്കും എന്നെ ഇഷ്ടമില്ലായിരുന്നു, എനിക്കെല്ലാവരും ഇഷ്ടമായിരുന്നു. പക്ഷേ പണി പാളിയെന്ന് പറഞ്ഞാൽ മതിയില്ല. ഫാമിലി മാൻ ആണോ? കുടുംബമായിട്ട് വിട്ടു നിൽക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ട്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ അതുകൊണ്ട് ഈ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ 1 മാസത്തെ പ്രോഗ്രാമിന് പോകാറില്ല. UK ആണെങ്കിലും 12 ദിവസമൊക്കെ ആണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവും. ഞാനൊരു പ്രാവശ്യം അമേരിക്കയിൽ പോയിട്ടുള്ളൂ. പിന്നെ എല്ലാ വർഷവും വിളിക്കും, പോകാറില്ല. ഞാൻ അവിടെ കിടന്ന് കരയും. അതായത് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എണ്ണിയിരിക്കും, ദിവസം എണ്ണിയിരിക്കും. ഓരോ ദിവസം എണ്ണിയിട്ട് ഇങ്ങനെ എണ്ണിയിരിക്കും. പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഒബാമനെ തെറി പറയും. ഇതൊക്കെ എൻ്റെ അവിടുത്തെ ശീലങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി 1 മാസത്തേക്ക് വിട്ടേക്ക്. ഇങ്ങനെ ഒരു പ്രൊഫഷൻ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഞാൻ ഇവിടെ ആണെങ്കിൽ പോവാം, ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ പോയി. അമേരിക്കയിൽ നിന്നൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർക്കുമ്പോൾ, ഞങ്ങൾ അവിടെ ഉള്ളപ്പോഴാണ് MGയുടെ ചേട്ടൻ മരിക്കുന്നത്. അദ്ദേഹം അവിടെ ആയിരുന്നു. ദുബായിലൊക്കെയാണെങ്കിൽ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കണ്ടി എളുപ്പത്തിൽ വരാമല്ലോ. അങ്ങനെ 1 മാസത്തെ പ്രോഗ്രാമിന് പോക്കില്ല. അപ്പോൾ വളരെ സന്തോഷം. ഈ നിമിഷം ഭാര്യയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടോ? സമ്മാനങ്ങൾ എപ്പോഴും കൊടുക്കാറുണ്ട്. കൊടുക്കണേ എന്നും ഞാൻ ഒരു ഷൂട്ടിങ്ങിന് പോയിട്ട് വന്നാലും എന്തെങ്കിലും ഒരു ഡ്രസ്സായിട്ട് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. ഈ ഒറ്റപ്പാലത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ലൊക്കേഷനുകളിൽ ചില ചേട്ടന്മാർ നല്ല സാരിയോ ചുരിദാറൊക്കെ കൊണ്ടുവരും. അത് വാങ്ങിച്ചുകൊണ്ടു കൊടുക്കാറുണ്ട്. എറണാകുളത്ത് വരുമ്പോൾ കൊടുക്കാറുണ്ട്. ഈ ഷോയിന് വന്നോന്ന് പറഞ്ഞപ്പോൾ പുതിയ ചുരിദാർ മേടിച്ചു കൊടുത്തു. അറിയാൻ പാടില്ലേ? അതാണ് മഞ്ഞയായിട്ട് പ്രത്യേകം എടുക്കണമെന്ന് പറഞ്ഞു എന്നോട്. അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ? എനിക്ക് ഇപ്പൊ ചേച്ചി എടുത്ത സാരിയുടെ കളർ ഭയങ്കര ഇഷ്ടം. പിന്നെ റെഡ്. എന്നോട് ഭയങ്കര ആഗ്രഹം പറയുമായിരുന്നു കേട്ടോ. ചേച്ചിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത്. MG ശ്രീകുമാറിനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടെന്ന്. മമ്മൂട്ടിൻ്റെ മോഹൻ തന്നെ ഒന്നുമല്ല. ഇങ്ങനെ 2-3 ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുള്ളതിൽ ഒരാൾ ചേച്ചിയാണ്. എപ്പോഴും പ്രോഗ്രാം കാണലും, ഈ പ്രോഗ്രാം മിക്കപ്പോഴും കാണും. പിന്നെ പാചക പരിപാടികളാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ ചേച്ചിയുടെ ബുക്ക് ഞാൻ കുറെ നാൾ മുമ്പ് വായിച്ചതാണ്. അപ്പോൾ ആ ബുക്ക് വീട്ടിലുണ്ട്. അതൊരു പകുതി ഇങ്ങനെ വായിക്കും. അംഗൻവാടി പോകുമ്പോ പകുതിയായി.